നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിചിന്തൻ ന്യൂസിലേക്ക് ഹാർദമായ സ്വാഗതം. വിചിന്തൻ എന്നത് ഒരു പേരിനുപരി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമാണ്. ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയത്തിനതീതമായി സമൂഹ നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഏതൊന്നിനെയും ശക്തവും യുക്തവുമായി വിമർശിക്കുകയും വിചിന്തനത്തിനായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമിക ദൗത്യം. നിലവിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ലോകരാജ്യങ്ങളെ മുഴുവൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ച സാഹചര്യത്തിൽ ഇനിയും ലോകം നേരിടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ അറിവിൽ 2 മഹായുദ്ധങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. ജപ്പാനിലെ ഹിരോഷിമ പോലെയുള്ള അണുവായുധ പ്രയോഗങ്ങൾ ആ നാട്ടിലെ ജനങ്ങളെ ഇന്നും ദുരിതത്തിന്റെ കയത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഈ റേഡിയേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ പരിണതഫലങ്ങൾ പുതിയ തലമുറയിലെ കുരുന്നുകൾ പോലും അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധം കൊണ്ട് നേതാക്കൾക്കുണ്ടായ അല്ലെങ്കിൽ 2 ഭരണ ശക്തികൾക്കുണ്ടായ നേട്ടം. ഭരണം ഉറപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ നിലനിർത്താൻ സാധിക്കുമായിരുന്ന സമാധാനത്തെയാണ് യുദ്ധങ്ങൾ ഇല്ലാതാക്കിയത്. ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധ സാഹചര്യം പരിശോധിച്ചാൽ ഈ യുദ്ധം കൊണ്ട് സംഭവിച്ചത് ഈ 3 രാജ്യങ്ങൾക്ക് മാത്രമല്ല. നിലവിൽ ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ എന്നീ രാജ്യങ്ങൾ ആണ് യുദ്ധമുഖത്ത്. എന്നിരുന്നാലും ഇത്തരം ഒരവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ഇസ്രായേൽ സിറിയ യുദ്ധം തന്നെയാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നാക്രമിക്കുകയും 1000-ഓളം ആളുകളെ കൊല്ലപ്പെടുത്തുകയും 100 ആളുകൾ തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തെ ഇറാൻ പിന്തുണച്ചു എന്ന കാരണത്താൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഈ ആക്രമണങ്ങൾ തകർത്തു കളയുന്ന അനേകായിരം സ്വപ്നങ്ങളെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളും നിരാലംബരും യുദ്ധത്തിന്റെ ഇരകളായി തീരുന്നു. അതിന് ദേശഭാഷാന്തരങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ബാധിക്കപ്പെടുന്നവർക്ക് ഒരു ഭാഷയുള്ളൂ: ഭയത്തിന്റെ, അനിശ്ചിതത്വത്തിന്റെ, വിശപ്പിന്റെ ഭാഷ. ഈ ഭാഷയാണ് യുദ്ധം കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഭാവിയിലെ ആശങ്കയും അതാണ് നമ്മുടെ പുനർവിചിന്തനവും. നമുക്ക് വിചിന്തനം ചെയ്യാം. ഇറാന്റെ അധീനതയിലുള്ള ഹോർമൂസ് കടലിടുക്കിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടൽ ചാലുണ്ട്. ഈ ചാല് വഴിയാണ് ഓരോ കപ്പലുകളും ഇറാനുമായും മറ്റുള്ള രാജ്യങ്ങളുമായും ഉള്ള ചരക്ക് ബന്ധങ്ങൾ കപ്പലുകൾ വഴി നമ്മൾ സാധ്യമാക്കിയെടുക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇന്ധനത്തിനായി ആശ്രയിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ്. ഇറാൻ ഹോർമൂസ് അടച്ചതിനെ തുടർന്ന് അനേകം കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഈ അവസ്ഥയെ തുടർന്ന് പാചകവാതകം പോലെയുള്ള അത്യാവശ്യ സാധനങ്ങളുടെ ക്ഷാമം നമ്മുടെ കൊച്ചു കേരളത്തിനെയും ബാധിച്ചു. ഹോട്ടലുകളും തട്ടുകടകളും പോലെയുള്ള ചെറുകിട സ്ഥാപനങ്ങളെ ഗ്യാസ് ഇല്ലാത്തതിന്റെ പേരിൽ വിറകടുപ്പിലേക്ക്, നമ്മുടെ പുരാതന കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. കൂടാതെ പലരുടെയും ആത്മഹത്യക്ക് വഴിവെച്ചു. പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറി എന്നത് മാത്രമല്ല, പല ജോലിക്കാരുടെയും ജോലികൾ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ ജോലി ഒന്നരാടം ദിവസങ്ങളിലാക്കി വെട്ടിച്ചുരുക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഇന്ന് ഗൾഫ് നാടുകളിൽ വരെ സംഭവിച്ചു കഴിഞ്ഞു. ഹോർമൂസിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളിൽ ജീവനക്കാരുടെ ഭക്ഷണം അടക്കമുള്ള ആവശ്യ സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ജോലി, ജീവിതം, ജീവനം എല്ലാം പ്രതിസന്ധി ഘട്ടത്തിലാണ്. പലരും പിരിച്ചുവിടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്. ചുരുക്കത്തിൽ 70 കഴിഞ്ഞ വൃദ്ധന്മാരുടെ യുദ്ധക്കൊതയെ ബുദ്ധിമുട്ടുന്നത് ലോകം മുഴുവനുമാണ്. ഈ പുനർചിന്തനം ആണ് വിചിന്തൻ ന്യൂസ് ആദ്യമായി പ്രക്ഷേപണം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഒരു വാർത്തയ്ക്കുള്ള പ്രാധാന്യം അതിൻ്റെ വ്യക്തവും ശക്തവുമായ അറിവിലേക്ക് ജനങ്ങളുടെ മുമ്പ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വിചിന്തൻ എന്ന ചാനൽ ഉദ്ദേശിക്കുന്നത്. ഒരു യുദ്ധം എന്ന ഒരു വാർത്ത കൊണ്ട് നമ്മളുടെ ചാനൽ തുടങ്ങി വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതല്ല. എന്നാൽ ലോകത്തിന്റെ ഈ പോക്ക്, ഈ യുദ്ധം ഉണ്ടാക്കി വെക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ എന്നിവയെ നമ്മൾ മറന്നുകൂടാ. വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ബാധിക്കുന്നത് UAE, ഖത്തർ അല്ലെങ്കിൽ അബുദാബി, കുവൈറ്റ്, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ മാത്രമല്ല, ലോകത്തിലുള്ള പല രാജ്യങ്ങളെയും നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധം ബാധിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. നമുക്കിതിലൊരു പുനർവിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. യുദ്ധവെറിയന്മാരിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ പൊതുജനങ്ങളുടെയും കടമയാണ്. രാഷ്ട്രീയത്തിലുപരി, അധികാരത്തിലുപരി വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്ര നേതാവിൻ്റെയും ഉത്തരവാദിത്വം. അത് നിറവേറ്റാത്ത ആളുകൾ ലോകം ഭരിക്കുന്നിടത്തോളം കാലം യുദ്ധങ്ങൾ ഉണ്ടാവുകയും ഇനിയും ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു. ഇതിൽ
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്.